ഇന്ന് നമുക്ക് ഒരു ഈസി ബിരിയാണി ആവാല്ലേ. ഒരു 4 സ്റ്റെപ്പായിട്ട് മുറിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റാണ്. അധികം മസാലകളൊന്നും ഇട്ട് നമ്മളിതിനെ കൊളാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജീരകശാല അരി എത്രയാണോ വേണ്ടത് അതെടുത്തൊരു 10 മിനിറ്റ് നമ്മൾ കുതിർത്തി വെക്കുക. എന്നിട്ട് അത് ഊറ്റി വെക്കുക കേട്ടോ. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം കൂടി തിളപ്പിക്കുക. പാൻ വെക്കുക, ഗീ ഒഴിക്കുക, അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഊറ്റി വെച്ച അരിയും കൂടി ചേർത്ത് അരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ഒഴിച്ചിട്ട് അതങ്ങനെ ഇളക്കി മൂടി വെച്ചേക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. വെന്തുന്നാണെങ്കിൽ അത് ഓഫ് ചെയ്ത് അങ്ങനെ വെക്കുക. വെന്തിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി വെച്ച് അങ്ങനെ മൂടി വെച്ചാൽ പ്രോപ്പറായിട്ട് റൈസ് കുക്കായി കിട്ടും കേട്ടോ. ഇനി സ്റ്റെപ്പ് 2 നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കലാണ്. ചിക്കൻ തലേദിവസം തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, തൈര്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അത് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഗ്രേവി ആക്കുന്നതും ഫ്രൈ ചെയ്ത ഒണിയനിൽ തന്നെയാണ്. അതുകൊണ്ട് കറിക്കുള്ളതും ബിരിയാണിക്കുള്ള ഒണിയനും നമ്മൾ വറുത്ത് മാറ്റി വെക്കണേ. അതും ഈ ഓയിലിൽ തന്നെ വറുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്റ്റെപ്പ് 3 ആണ് നമ്മൾ ഗ്രേവി ആക്കുക ചെയ്യുക. ഈ വറുത്ത് വെച്ച ഓയിലിലേക്ക് തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് മൂത്തുടഞ്ഞ് വരുന്ന സമയത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒണിയനും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീടാണ് നമ്മൾ ഇതിനകത്തേക്ക് മസാല ചേർക്കുക കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് ഉടഞ്ഞു വരുന്ന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ തൈര് നമുക്ക് ഒഴിക്കാം. കുറച്ചും കൂടി ഗ്രേവി ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി തട്ടിക്കൊടുക്കാം. ഇനി സ്റ്റെപ്പ് 4 ആണ്. നമുക്കിത് ദമ്മിടാണ്, അതായത് ലെയർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ സമയത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലെയർ ചെയ്യുന്ന സമയത്ത് ഗീൻ്റെ കൂടെ നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുമേ. എന്നിട്ട് താഴെ ഗ്രേവി, മുകളിൽ റൈസ്, അതിൻ്റെ മുകളിൽ ഫ്രൈഡ് ഐറ്റംസും മല്ലി, പുതിന, പിന്നെ ഈ എസൻസും ഗീയും, ഇങ്ങനെ 2-3 ലെയറായിട്ട് നിങ്ങൾ എത്രയാണോ ഉള്ളത് ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ലെയർ ചെയ്തെടുക്കുക. അടച്ച് വെക്കുക. സെർവ് ചെയ്യുമ്പോൾ ഇത് അങ്ങനെയും സൈഡിൽ നിന്ന് ഇളക്കി എടുത്ത് സെർവ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ നമ്മുടെ തൈരില്ലാത്ത സാലഡും ചമ്മന്തിയും നാരങ്ങാച്ചാറും പപ്പടത്തിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും ഇല്ലാതെ തന്നെ ബിരിയാണി ഇറ്റ്സെൽഫ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.